ഇങ്ങനൊരു വീഡിയോ എന്ന കാരണം എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഈ അടുത്തൊരു വാച്ച് വാങ്ങിയായിരുന്നു. ഉണ്ട്, ഈ ഒരു വാച്ചാണ് ഡേവോലർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാച്ചാണ്. അപ്പം ഞാനിപ്പോൾ പറയണമെന്ന് പറയുമ്പം എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മെക്കാനിക്കൽ വാച്ച് മേടിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്പനി കണ്ടതിൻ്റെ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഞാൻ ഇത് വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ബേക്കിലുള്ള ഒരു പെൻഡുലം വരില്ല എൻ്റെ അകത്ത്, മറ്റേ ഇങ്ങനെ കറങ്ങി ചാർജ് കയറില്ല, ആ സാധനം നല്ല ലൂസായി. അത് വാങ്ങിയപ്പം നല്ല ടൈറ്റായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസമല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് നല്ല ലൂസായി. പിന്നെ ഞാൻ സാധാരണ എനിക്കിതിനു മുമ്പ് മെക്കാനിക്കൽ വാച്ച് ഉണ്ടായിരുന്നു. അപ്പം അറിയാം, നമ്മളിപ്പോൾ 2 ദിവസം കെട്ടിയിട്ട് ഇപ്പോൾ 1 ദിവസമൊക്കെ വെച്ചിരുന്നാലും പിന്നെ ഓടും. ഇത് ഇപ്പം ഇന്ന് രാത്രി ഊരി വെച്ചാൽ പിറ്റേന്ന് എടുക്കുമ്പോൾ ഓടില്ല. അപ്പോൾ ഞാൻ അവർക്ക് മേടിച്ചതിൻ്റെ അന്ന് തന്നെ എനിക്ക് എൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റിട്ടേൺ അയക്കാൻ വേണ്ടി അവർക്ക് മെയിൽ അയച്ചായിരുന്നു. മെയിൽ അയച്ചപ്പോൾ അവർ പിന്നെ റെസ്പോണ്ട് ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടു, ഇൻസ്റ്റയിൽ എന്തുവാ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അവരെന്നെ ബ്ലോക്കാക്കി. ഇൻസ്റ്റയിൽ 140K ഏകദേശമുള്ള ഒരു പേജായിരുന്നു. അപ്പം അതിൽ നിന്ന് ബ്ലോക്കാക്കി. അപ്പോഴും ഞാൻ അവർക്ക് വീണ്ടും മെയിൽ അയച്ച് കുറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഒന്നും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ വാച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് വാച്ച് എടുക്കണമായിരിക്കും നല്ലത്. എക്സാമ്പിൾ ടൈറ്റൻ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ എടുക്കണമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊരു വാറൻറ്റിക്ക് ചെല്ലാണ് എല്ലാത്തിനും എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഹീലിയോസ് പോലത്തെ സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങണം, അതായിരിക്കും നല്ലത്. അപ്പം വേറെ ഉള്ള എന്തായാലും അവർക്ക് മെസ്സേജ് ഇട്ട് അവർ ബ്ലോക്കാക്കി. അപ്പോൾ ഇത് ഇനി എന്തായാലും കെട്ടിക്കൊണ്ട് കിടക്കാനേ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഇതിൻ്റെ മറ്റേ ഈ സാധനം കറക്കി ചാർജ് കയറ്റണം. ചാർജ് കയറ്റിയ ഒരു ദിവസമൊക്കെ തികച്ച് നിന്നാലായി. ഇനി ഇതിപ്പോൾ സർവീസ് ചെയ്യാൻ 1500-2000 രൂപ ആവും. സർവീസ് ചെയ്താലേ പറ്റൂ ഇത്ര പൈസ കൊടുത്ത്. അപ്പം എല്ലാവരും വാങ്ങുമ്പോൾ ഒരു ബ്രാൻഡഡ് വാച്ച് മെക്കാനിക്കൽ വാങ്ങാൻ നോക്കണം, ഇല്ലെങ്കിൽ പൈസ കിട്ടുമ്പോൾ വാങ്ങണം. അപ്പം ഓക്കെ, ബൈ.